10 വർഷം ഭരിക്കാൻ സമയം കിട്ടിയിട്ടും അവർക്ക് സിസ്റ്റം ശരിയാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സിസ്റ്റം ശരിയാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടിയെ കാണാൻ വരേണ്ട ഒരു അവസ്ഥ പിണറായിക്കും കൂട്ടാളികൾക്കും ഒരവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. കാരണം സിസ്റ്റം തയ്യാറിലാക്കിയ വ്യക്തികൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ നിറപുഞ്ചിരിയോട് കൂടി സന്തോഷത്തോടു കൂടിയാണ് അവരെ നേരിട്ടത് കേട്ടോ. പിണറായിയും കൂട്ടാളികളെയും അവളുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നഷ്ടപ്പെട്ട വേദനയൊന്നും അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പക ആരോടാണ്? ഭരണം കിട്ടി വെറും 3 മാസം മാത്രം ഭരിച്ചിട്ടുള്ള UDF സർക്കാരായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനോട് അവൾക്ക് തീർത്താത്ത പക അവളുടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം എന്തോ സതീശൻ സാറിനോട് പണ്ട് മുതലേ വ്യക്തിവൈരാഗ്യം വെറുപ്പും ഉള്ളതുപോലെ നമ്മൾ സംസാരിക്കുന്നത്. ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നമ്മൾ സംസാരിക്കുന്നത് വെറും 3 മാസം മാത്രമായിട്ടുള്ളൂ ഭരണം കിട്ടിയിട്ട്. കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ കടലിലേക്ക് പോയവരാണ് അവർ. ആ മുന്നറിയിപ്പ് അവർ വകവച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് കുറ്റം മുഴുവനും VD സതീശൻ സാറിന്. സിസ്റ്റം തയ്യാറാക്കിയവരെ വ്യക്തികൾ കാണുമ്പോൾ ഇപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരോട് യാതൊരു പകയില്ല. പിണറായി ഭരിച്ചിരുന്ന 10 വർഷത്തിനുള്ളിൽ കടലിൽ പോകുന്നവർക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ശരിയാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ആരാണ് കുറ്റക്കാർ? VD സതീശൻ സാറാണോ അതോ പിണറായി സർക്കാരാണോ മുൻപുണ്ടായിരുന്ന? നിങ്ങൾ പറയണം, നിങ്ങളാണ് പറയേണ്ടത്. വെറുതെ ഒരു പെണ്ണുകാരി സോഷ്യൽ മീഡിയ കയറിയിട്ട് വെറുതെ വായ വിളിച്ച് കൂട്ടിയിട്ട് അതൊക്കെ ശരിയാണെന്നൊരിക്കലും വിശ്വസിക്കരുത്. ഏത് പൊട്ടന്മാർക്കും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. 10 വർഷം ഭരിച്ചിരുന്ന പിണറായി കടലിലെ മക്കൾക്ക് വേണ്ടി യാതൊരു സംവിധാനവും കടലിൽ ചെയ്തു വെച്ചിട്ടില്ല എന്നുള്ളത് ഇതിനകം തന്നെ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഇനി എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ ഒന്നുകിൽ അദ്ദേഹം. അപ്പോൾ ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ, ഒരു റെസ്പെക്റ്റൊക്കെ വേണ്ടേ? ആ പെണ്ണിൻ്റെ മുഖം കണ്ടെത്തത് തനി പൈശാചിക നിറഞ്ഞൊരു മുഖമാണ്. എനിക്ക് തോന്നുന്നില്ല അവളൊരിക്കലും UDF സപ്പോർട്ട് ചെയ്തെന്നുള്ളത്. അവളുടെ വർത്തമാനം അറിയാം, അവൾ LDF ആൾ തന്നെയാണ്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. പക്ഷെ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കൊരു അത്യാവശ്യം ബഹുമാന റെസ്പെക്റ്റൊക്കെ കൊടുക്കാം അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾ പറയണമെങ്കിൽ